ഹായ് ഗായ്സ്, വയനാട്ടിലെ ഒരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ ഈ വേട്ടയുടെയാണ് വീട്. വീട് വേണ്ടിയല്ല, ഉമ്മച്ചി ഉണ്ടാക്കിയതാ. പക്ഷെ ഇവിടെ കയറി നിറങ്ങണത് എന്റെ പേരില്ല. ഇവിടെ ഒരു 9 ടൈമിലൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കാൻ ഫാമിലി. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാട്ടാ. എടുത്ത് പൊക്കോ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞോന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പോയില്ല എന്തോ ഭാഗത്ത്. ഇപ്പം ഞാനുള്ളത് വയനാട്ടിലാണ്. 12 ദിവസം 13 ദിവസമായി വയനാട്ടിലേക്കാണ്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലും കൂട്ടുകാരും ഒക്കെ ചോദിക്കാറുണ്ട് എവിടെയപ്പോൾ ഉള്ള എന്താ സ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇപ്പോൾ ഇവിടെ പ്രോബ്ലംസൊക്കെ തുടങ്ങിയിട്ട് മഴയൊക്കെ കൂടുതലായതുകൊണ്ട് റെഡ് അലേർട്ടൊക്കെയാണ്, പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ കറങ്ങാൻ പോകാമെന്ന് കരുതിയിട്ടാണ് വയനാട്ടിലേക്ക് വന്നത്. ഒരു റിലാക്സേഷനൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എത്ര ദിവസമായിട്ട് നല്ല മഴ വെച്ചാൽ നല്ല മഴ. മഴ എന്ന് വെച്ചാണ്ടല്ലോ പെയ്തൊഴിയില്ല. ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ള അടുത്ത മഴ വീണ്ടും, അതും വലിയ മഴ തന്നെ പെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇവിടെ കാടും മലകളും കുന്നുകളൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിറയെ വെള്ളാട്ടാ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് തീർന്നില്ല ഇത്ര വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അത്രയും വെള്ളം അവിടെ കെട്ടിയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവരൊക്കെ സേഫായിട്ട് വരിക, നോക്കി പോവുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ഞാൻ നിൽക്കണ വീടിൻ്റെ ഹോം ടൂർ ചെയ്യാന്ന്. അപ്പോൾ അതാണെന്ന് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ വീട്. ഈ വീട് ഞാൻ കാട്ടിത്തരാം കേട്ടോ, അടിപൊളിയാണ്. ഇത് ഒരു ലേഡി ഷാനുമ്മ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കെട്ടിപ്പൊക്കിയ വീടാണ്. ഓ ഈശ്വര, അത് കാണുമ്പോൾ ഇനി പൊങ്ങും എന്തോ. അടിപൊളിയാട്ടാ. അപ്പോൾ ഞാൻ ഈ വീട് എന്തായാലും കാട്ടിത്തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോം ടൂറാണ്. ഇവിടെ ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആരാണെങ്കിലും ആദ്യം തന്നെ ചെല്ലുക വീട്ടിലേക്കല്ല, വീടിൻ്റെ ഉള്ളിലേക്കല്ല. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് സൈഡിൽ, ആ ഊഞ്ഞാലിലേക്ക് ആദ്യം ചെല്ലുക. എനിക്ക് ഹോം ടൂർ ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. ഞാൻ തന്നെ ഒരുപാട് ഇവിടെ വന്നിട്ട് ഈ 12 ദിവസത്തിൽ 2-3 തവണ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അത് നല്ല റേറ്റുള്ള ചെടികൾ വാങ്ങുക. ഇരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഏകദേശം നല്ല വിലയുള്ളതാട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നിറച്ച് ചെടിയുണ്ട്. പിന്നെ ആ സ്പേസൊക്കെ ചെടിക്ക് വേണ്ടിയിട്ട് ഇടണം. അവിടെ ഒരു ചെടി ഉണ്ടായിരുന്നതാ, അവിടെ സബർജില്ല ഉണ്ടായിരുന്നേ, പക്ഷേ നമ്മൾ വന്ന സമയത്ത് വെറ്റിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ വീടിൻ്റെ ഔട്ട്ലുക്കിൽ കണ്ട് ഇവിടുത്തെ ബാൽക്കണി അടിപൊളിയാണ്, ആ ബാൽക്കണി അടിപൊളിയാണ്. ആ ബാൽക്കണി ഇത്തിരി വലുത്, അത് അടിപൊളിയാണ്. ഞാൻ അവിടെ കുറേ തവണ വന്നിരുന്നുണ്ട്. ഇതിലാണ് വന്നിരിക്കാറ്, പക്ഷേ രണ്ടാമതായി പോയിരുന്നത്. അത് പിന്നെ അത് ഇഷ്ടമായി. അങ്ങനെയാണ് ഒരു വീടൊക്കെ പണിതേണത്. ഈ വിളക്കും കാര്യങ്ങളൊക്കെ ആ മോഡലായിട്ട് ചെയ്യണത്. പിന്നെ ഇത് പോർച്ച്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര പോയിട്ടുള്ളത്. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കാറുള്ളൂ. ഞാൻ അജുവിൻ്റെ അമ്മയുടെയാണ് ഈ വീട് കേട്ടോ. അപ്പോൾ അജുവിൻ്റെ വണ്ടിയാണ് ഇത്. ഇവിടെയാണ് ആര് വന്നാലും ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുക. ഞാനും വന്നപ്പോൾ ഓടി കയറിയത് ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് റീലൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുന്നിലൊക്കെ നിറച്ച് ചെടികളാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിവിടെ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഇവിടെ എന്തിനാ വരാറ് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റും കാര്യങ്ങളും ഊരി വയ്ക്കാൻ വേണ്ടിയിട്ട്, കോട്ടൊക്കെ ഊരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് വരാറ് കേട്ടോ. നമുക്കൊന്ന് അകത്ത് കയറി നോക്കിയാലോ. ലക്ഷറി ടാക്സ് അടയ്ക്കുന്ന വീടാണ് ഉള്ള കാര്യം പറയാലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. വന്ന് കയറി തന്നെ സോഫയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എനിക്ക് മറ്റേ ഗോൾഡൻ്റെ സംഭവം കണ്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധനം ഒറിജിനലാണ്. ഞാൻ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ ഭംഗിക്ക് വെച്ചാണെന്ന് നോക്കിയാൽ, പക്ഷേ ആ സംഭവം ഭയങ്കര സംഭവം. എനിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ റൂമാണ്. ഇവിടെ ഒരു TV ഉണ്ട് റൂമിൽ, അലമാരയുണ്ട്, പിന്നെ സാധാ ബെഡ്. ആ ജനലിലെ വ്യൂ അടിപൊളിയാണ്. ഊട്ടിക്ക് പോണ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏതൊരു ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ റിലാക്സ് ചെയ്യാറൊന്നുമില്ല, മെയിൻലി TV കാണാൻ ഗസ്റ്റൊക്കെ വന്ന് ചായ കൊടുക്കാനിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെൽഫിൽ. അടിപൊളി വ്യൂ തന്നെയാണ്. ഇവിടെയും കുറേ റീലും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള കേട്ടോ. ഇവിടുത്തെ അമ്മ ഷാനു കവിതയൊക്കെ എഴുതും. ഇത് അത്ര ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും 2-3 ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ 2-3 വായിച്ചായിരുന്നു. ഞാൻ അത് മാത്രമേ വായിച്ചിട്ടുള്ളൂ കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡൈനിങ് ടേബിളും പിന്നെ കിച്ചണിലേക്കുള്ള പോകാനുള്ള വഴിയാണ് കാണുന്നത്. കിച്ചൺ ചെറിയ കിച്ചണാണ്. ഇവർക്ക് ഇനി ഒരു ഓപ്പൺ കിച്ചണും കൂടി ഉണ്ട് റൈറ്റ് സൈഡിൽ. കുറേ ഐഡിയാസ് ഇവിടെ കൊണ്ടുവന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് ഷെൽഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുള്ളത് പിന്നെ 2 നിലയുള്ള നമ്മുടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഓപ്പൺ കിച്ചൺ. ഇവിടേക്ക് ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല, കാരണം ഇവിടെ അങ്ങനെ യൂസ് ഒന്നുമില്ല. ആകെ വെള്ളം എടുക്കാൻ മാത്രമാണ്. ഇങ്ങോട്ട് മുകൾ ഭാഗത്താണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോയി നോക്കാം. മുകളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ സ്റ്റെയർ കേസിൽ എടുത്തുള്ള ലൈറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ 2 സോഫയുണ്ട്, പിന്നെ നമ്മുടെ റൂമാണ്. ഈ റൂമിൽ ഞാൻ അങ്ങനെ കിടന്നിട്ടില്ല, ഒരു ദിവസമേ കിടന്നിട്ടുള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റൂമുണ്ട്, അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നിട്ടുള്ളത്. ഒരു വാഷ്റൂമും പിന്നെ ഒരു അലമാരയും പിന്നെ ഔട്ട് സൈഡ് ഒരു ബാൽക്കണി പോലത്തെ ഒരു ഏരിയയാണ് ഉള്ളത്. ഈ റൂം തുറന്നെടുക്കുന്ന പുറത്തൊക്കെയാണ് കേട്ടോ. അതായത് ബാക്ക് സൈഡിലേക്ക് അത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കുറേ കുന്നും മലകളൊക്കെയാണ്. പ്രകാശം അവിടെ നടിക്കുന്നത് കാണാൻ പറ്റുന്നതൊന്നും അറിയില്ല. പാടും കുന്നും മലയും. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാട്ടാ. കാരണം എന്താണെന്നറിയോ, ഇതാണ് ഈ റൂം. വീടിൻ്റെ ഉള്ളിലെ തിയേറ്റർ. എന്തുപോലെ TV ആണെന്നറിയോ, ശരിക്ക് തിയേറ്ററിലിരിക്കുന്ന പോലെ തന്നെയാണ് മൂവി ഇരുന്ന് കാണാൻ.
ഒരുപാട് ഞാൻ ഇവിടെ വന്നിട്ട് 12-13 ദിവസമായെന്ന് തോന്നുന്നു. 10-17 മൂവിയെങ്കിലും പുലർച്ചെയൊക്കെ 3 മണി വരെയൊക്കെ ഇരുന്ന് മൂവി കാണും. ഇവിടെ ഒരു കുഴപ്പമില്ല, റെസ്ട്രിക്റ്റ് ചെയ്യില്ല. എന്താ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും ഞാൻ ഇവിടെ വന്നതാണ്, അജുവിൻ്റെ വീടാണ്, പക്ഷെ നമുക്ക് എന്ത് വേണമെങ്കിലും സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു കംഫർട്ട് സോൺ. അതാണ് ഞാൻ ഇത്ര അധികം ഇവിടെ നിന്നേടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ 12 ദിവസം 13 ദിവസം ഒന്നും ഒരാളുടെയും ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിരിക്കണത് മൂവി കാണാം എന്നാണ്. ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. അടുത്തുള്ളത് അതാ ഈ വേട്ടയുടെയാണ് വീട് എൻ്റെ അല്ല, ഉമ്മച്ചി ഉണ്ടാക്കിയതാ. പക്ഷേ ഇവിടെ കയറി നിറങ്ങണത് എൻ്റെ പേരില്ല. അപ്പോൾ എന്തായാലും ബാൽക്കണി ആയിട്ട് വരാം. ഈ ബാൽക്കണിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്നിരുന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് എൻ്റെ റീൽസ് മിക്കതും ജനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു 9 മണി ടൈമിലൊക്കെ വന്നിക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കാൻ ഫാമിലീസും പിള്ളേരും ഒക്കെ ഇവിടെ വന്നിട്ട് കാണാം. അതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ കുറേ KSRTC കാണാം. മഴ അടിപൊളിയാണ്. മഴ കിട്ടിക്കഴിഞ്ഞാൽ നൈസാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് ഇവിടെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ചായ ഒന്നും അങ്ങനെ കുടിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് 2 വട്ടമൊക്കെ ചായ ഒന്നും കുടിച്ചിട്ടുള്ളൂ. പക്ഷെ റീൽസ് എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് എൻജോയ് ചെയ്തിട്ടുള്ള അടിപൊളി വെച്ചാൽ അടിപൊളി. ഇതിനെന്താ പറയാ, സിറ്റ് ഔട്ടാ, ബാൽക്കണി. ഈ ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. ഈ റൂമാണ് മൂന്നാമത്തെ, അതായത് അവസാനത്തെ ആയിട്ടുള്ള റൂം. ഈ വീട്ടിൽ 3 റൂമും ഒരു തിയേറ്ററും 2 അടുക്കളയും ഒരു ഓപ്പൺ അടുക്കളയും ഒരു അടുക്കളയും പിന്നെ 3 ബാത്റൂമും 3 അറ്റാച്ച്ഡും ഒരെണ്ണം പുറത്തുണ്ടെന്ന് തോന്നുന്നു. പുറത്തുണ്ട്, അടുക്കളയിലുണ്ട് ഒരു ബാത്റൂം. അങ്ങനെയാണ് തന്നെ. ഈ റൂമിലാണ് നമ്മൾ വന്ന് കിടക്കാറ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനാണ്, എൻ്റെ സ്വന്തം കഴിവാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി കൂടി ഉണ്ട്. അത് ചെറുതാണ്, ഞാൻ വന്നിരിക്കാറുണ്ട്. ആദ്യം വന്നിട്ട് ഇവിടെയാണ് ഇരുന്നത്. എന്തായാലും കാട്ടില്ല. ഇതാണ് ഈ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്നത്. ഈ വീട്ടിൽ ഭയങ്കര ഫ്രീഡാണ്. എനിക്ക് ഭയങ്കര ഫ്രീഡാണ്. എനിക്കെന്നല്ല, അജുവിൻ്റെ ഫ്രണ്ട്സിന് ഭയങ്കര ഫ്രീഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ വീട്ടിൽ വന്നിട്ട് 12 ദിവസമൊക്കെ നിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നിൽക്കണതിൽ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്തേക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റൂല. പുറത്തേക്ക് മഴ കേട്ടോ, എന്തോരം വെള്ളം ഒഴിച്ച് പോകണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും നനച്ചിട്ടില്ല കേട്ടോ. ഈ വയനാട്ടിൽ ഇത്രയും വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഇഷ്യൂസൊക്കെ വരുമെന്ന് വന്ന് കാണുമ്പോഴറിയണം. അപ്പോൾ ഈ സമയത്ത് ആരും ട്രാവൽ ചെയ്യാണ്ടിരിക്കുക, പുറത്ത് പോകാണ്ടിരിക്കുക. ഇന്ന് ഞാൻ പുറത്തേക്ക് പോകേണ്ടതാണ്, പക്ഷേ എന്തോ ഭാഗ്യം വണ്ടി എടുക്കാൻ തോന്നിയില്ല. എൻ്റെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പോയി ഇവിടെ വെച്ച് പോയി ഉണ്ടോ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പോയില്ല. എന്തോ ഭാഗ്യത്തിന് ഇത്ര ദിവസം പുറത്ത് പോകാണ്ട് എനിക്കിന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിച്ചാൽ എനിക്കറിയാം ഇതിൽ കുറവുകളുണ്ടാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീടിൻ്റെ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും അറിയാണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് കിട്ടോ. എനിക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കും.